അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇടയ്ക്കൽ ഗെയിമിങ്ങിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഗെയിമാണ്. അപ്പോൾ ഗൈസ് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം, ഇത് ഫസ്റ്റ് കിട്ടുന്ന വെഹിക്കിളാണ് ഗൈസ്, ബസ്സാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ ഞാൻ ഫുള്ളി മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഗൈസ്. കണ്ടോ, മുകളിലൊക്കെ ആംബുലൻസ് ഉണ്ട്, അതും താഴെ ടയറൊക്കെ റെഡ് അടിച്ച് ഗൈസ്. ഹലോ വേൾഡിൻ്റെ അതൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ഗാരേജിൽ പോയി നോക്കുകയാണെങ്കിൽ ഞാൻ ടോട്ടലി 2 വണ്ടി എടുത്തിട്ടുള്ളൂ ഗൈസ്. രണ്ടാമത്തെ ഈ ബസ്സാണ് ഗൈസ്. കണ്ടോ, ഇത് ഞാൻ ടോട്ടലി മോഡിഫൈ ചെയ്തിട്ടില്ല, എന്നാലും കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഗെയിമിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഇവിടെ ആദ്യം തന്നെ എൻ്റെ പേരൊക്കെ ഉണ്ട്, ആദി 0984 എന്നും പറഞ്ഞു ഗൈസ്. ഇത് മോഡിഫൈ ചെയ്തുകൊണ്ടാണ് ഇത്രയും പൈസ പോയത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേരിയർ മോഡ് എടുത്ത് നോക്കാം ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് വേണ്ട ഗൈസ്, ഞാൻ നേരത്തെ കളിച്ചതിൻ്റെ ബാക്കിയാണ്, വേണ്ട. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഒരു ലോങ് തന്നെ പോകാം ഗൈസ്. നമുക്ക് ഓക്കെ ഗൈസ്, നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു പരസ്യം വരും, അത് കഴിയും. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം തന്നെ ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതാ കിട്ടിയിരിക്കുന്നു, പിക്കപ്പ് ദ പാസഞ്ചേഴ്സ് ഡെസ്റ്റിനേഷൻ ഏരിയ. ഓക്കെ ഗൈസ്. ഓക്കെ, ആൾക്കാർ കയറുന്നത് നമുക്ക് സ്കിപ്പ് കൊടുത്തു വിടാം ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ ഇവിടെ ഫോൺ മാറ്റിയിട്ടുണ്ട്, കണ്ടോ ഗൈസ്. ഫസ്റ്റത്തെ ഫോൺ ഞാൻ അങ്ങനെ ആക്കിയിട്ടുണ്ട്. ടോട്ടലി 4 ഫോണാണ് ഗൈസ് കിട്ടുന്നത്. ഓക്കെ ഗൈസ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. മുകളിൽ ഇതാ മാപ്പുണ്ട്, അത് നോക്കിയാണ് നമ്മൾ പോകാൻ. കണ്ടോ ഗൈസ്, ലെഫ്റ്റ് സൈഡിൽ കടലാണ് ഗൈസ്. ഈ ഗെയിമിൽ നമുക്ക് കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ മോഡിഫൈ ചെയ്തിട്ട് ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഈ സാധനത്തിൽ കൊടുത്താൽ മതി ഗൈസ്, നമുക്ക് ലൈറ്റ് എല്ലാം വരും. ഓക്കെ ഗൈസ്. ഗൈസ് പുതിയ ഗെയിമിങ്ങിൻ്റെ പേര് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ സജസ്റ്റ് ചെയ്യാം ഗൈസ്. ഗൈസ് നമുക്ക് അകത്തിരുന്ന് ഓട്ടിക്കാൻ ഗൈസ്. ഓക്കെ, കണ്ടോ ഗൈസ്, അകത്തിരിക്കുമ്പോൾ ഒരതുണ്ട് ഗൈസ്, നമുക്ക് നേരെ നോക്കി ഓട്ടിക്കാൻ പറ്റും. ഓക്കെ, ഗൈസ് ഇപ്പം നമ്മുടെ ഗെയിം എന്ന് പറയുമ്പോൾ കുറേ ഫീച്ചേഴ്സ് ഉള്ള ഗെയിമാണ് ഗൈസ്. ഇത് ഇന്തോനേഷ്യൻ ഗെയിമാണ് ഗൈസ്. ഗൈസ് ഓവർടേക്ക് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് ഇത് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഇങ്ങനെ ഈ ലൈറ്റ് ഇട്ടാൽ മതി, അവർ ഒതുങ്ങിത്തരും. പക്ഷേ ഇവിടെ 1 വേ ആണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഓവർടേക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് ട്രാഫിക്കൊന്നും കുഴപ്പമില്ല, നമുക്കൊന്ന് പോവാം. ഗൈസ് ഇടിച്ചു, ആദ്യത്തെ ഇടിയാണ് ഗൈസ്, കൺട്രോൾ പോയി. ഓക്കെ
കുറേ ദൂരം നമ്മൾ പോയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ഗൈസ്. ഓക്കെ, നമ്മൾ ലൈറ്റ് ഇട്ട് കാണിച്ചോ അറിയില്ല. ഓക്കെ, നമുക്ക് പോകാം. ഗൈസ്, നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വന്ന സമയത്ത് തന്നെ നമുക്ക് അടുത്ത മാപ്പ് ലോഡ് ചെയ്യാൻ സമയമായി. ഓക്കെ ഗൈസ്, അങ്ങനെ വീണ്ടും പരസ്യം ഇങ്ങനെ നമ്മൾ മാപ്പ് ലോഡ് ചെയ്യുമ്പം നമുക്ക് പരസ്യം വരുന്നതാണ് ഗൈസ്. പിന്നെ വേറെ കാര്യം ഗൈസ്, ഇതിൽ ഈ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ നമ്മൾ ഇത് തുടങ്ങിയിട്ട് നെറ്റ് ഓഫ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ കാരിയർ മോഡിൽ മാത്രമേ പറ്റൂ ഗൈസ്. മൾട്ടിപ്ലെയറിലും ബാക്കി ടൂർ മോഡിലൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെറ്റ് ഓഫ് ചെയ്തിട്ട് കളിക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓപ്പോസിറ്റൂടെ വണ്ടി വരുന്നത് ഗൈസ്. ഇതെല്ലാം പോയിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ വണ്ടികളെല്ലാം പോയിട്ടുണ്ട്. നമ്മളെ പോലെ തന്നെ ഇതാ ഇവിടെ വേറെ ഒരാൾ ഓവർടേക്ക് ചെയ്യാണ് ഗൈസ്. നമ്മൾ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്തു. ഓക്കെ 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 നമ്മൾ ഒരു ഏടില്ല വന്നിരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടി ഗൈസ്. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്താൽ അത് ചെറുതായിട്ടൊന്ന് നിന്ന് തരും. ഓക്കെ ഗൈസ്, ടൈം വീഡിയോ എടുക്കണോണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. സാധാരണ ഞാൻ ഈ മാപ്പൊക്കെ ആകുമ്പോൾ ഞാൻ കുറേ ഇടിക്കുന്നതാണ്. ഇന്നെന്താ പറഞ്ഞില്ല, എനിക്ക് ഇടിച്ച് ഗൈസ്. ഷിറ്റ്. ഓക്കെ ഗൈസ്, നമ്മൾ 97 ലൈഫ് ഉണ്ട് ഗൈസ്. കണ്ടു, വണ്ടിക്ക് ഡാമേജ് ആപ്പടെ 3% പോയിട്ടുള്ളൂ ഗൈസ് 100-ൽ. ഓക്കെ, നമുക്ക് നേരെയാണ് പോകേണ്ട ഗൈസ്. ഇവിടെ മാപ്പ് ഉണ്ട് ഗൈസ്, കണ്ടു. ഓക്കെ ഗൈസ്, ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, KFCക്ക് MFC എന്നൊക്കെ എഴുതി വെച്ചിരുന്നു. ഓക്കെ, നമുക്ക് ട്രാഫിക് ഫ്ലോഡ് ഒന്നും വേണ്ട. അപ്പോൾ ഗൈസ്, എൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് ആദി ശങ്കർ എന്നാണ് ഗൈസ്. വീട്ടിൽ സച്ചു എന്നാണ് വിളിക്കുന്നത് ഗൈസ്. എല്ലാവർക്കും സച്ചു എന്ന് വിളിക്കാവുന്നതാണ്. ഓക്കെ, ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോകാം. സ്പീഡിൽ പോകാം ഗൈസ്. അടുത്ത ഒരുപാട് കൂടെ ഉണ്ടോ ഗൈസ് നമ്മുടെ സ്പീഡ്. ഓക്കെ ഗൈസ്, ഇത് ചെയ്യണം. 97 തന്നെയാണ് ഗൈസ്. 3% അതേ പോയിട്ടുള്ളൂ, ഡാമേജ് ആയിട്ടുള്ളൂ വണ്ടി. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ പോകാം. ഓവർടേക്ക് ചെയ്യാൻ പറ്റൂല, ഓപ്പോസിറ്റ് അടുത്ത് വണ്ടി വരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ പോകുമ്പോൾ കണ്ടോ ഗൈസ്, ഇവിടെ നമുക്ക് വണ്ടി വാഷ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ വാഷ് ചെയ്യുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതുണ്ടോ ഇല്ലേ? ഓക്കെ ഗൈസ്, ഈ സ്ഥലം കണ്ടോ ഗൈസ്. ഇത് നമ്മൾ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ആഡ് കാണണം. എന്നാൽ നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് വാഷായി ഇറങ്ങുന്നതായിരിക്കും വെഹിക്കിള്. ഗൈസ്, ഇതാണ്ട് വേറെ ഒരു അതുണ്ട്, കാണിച്ചു തരാം ഗൈസ്. ഇത് കണ്ടോ, ഇത് നമ്മൾ സ്വയമായിട്ട് ഈ സാധനം വെച്ച് വണ്ടി കഴുകണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും മറ്റതിലേ കഴുകാറുള്ളൂ ഗൈസ്. ഒരു പ്രാവശ്യം ഇത് കഴിയും മതിയായി ഗൈസ്. ഓക്കെ, നമുക്കങ്ങനെ പോകാം. ഓക്കെ ഗൈസ്, നമ്മളീ പെട്രോളൊക്കെ ഉണ്ട്, 166 ലിറ്റർ പെട്രോളുണ്ട് ഗൈസ്.
ഓക്കെ. ഗൈസ് ഈ ഫോൺ ഞാൻ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതാണ് ഗൈസ്, കാണിച്ചു തരാം. കൊള്ളാമോ ഗൈസ്? കൊള്ളാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഓക്കെ, നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, ഒന്ന് ഹൈവേ വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്പീഡിൽ പോകായിരുന്നു ഗൈസ്. ഗൈസ് എല്ലാവരും ചുമ്മാ ഇരിക്കാതെ ലൈക്കും കമൻറ്റും ഷെയറും അങ്ങ് മത്തിക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പെട്രോൾ പമ്പ്. വീണ്ടും ഒന്നും കൂടെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. നമുക്ക് തോന്നുന്നിടത്ത് പെട്രോൾ അടിക്കാൻ പറ്റില്ല ഗൈസ്. അവർ തന്നിരിക്കുന്ന സ്ഥലത്തെ പെട്രോൾ അടിക്കാൻ പറ്റൂ ഗൈസ്. പെട്രോൾ അടിക്കാൻ സമയമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പെട്രോൾ അടിക്കേണ്ടതെന്ന്. ചിലവർക്ക് അറിയില്ലായിരിക്കും, മിക്കവർക്കും അറിയാം ഗൈസ്, ചിലവർക്ക് അറിയില്ലായിരിക്കും. കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അവർ ഒതുങ്ങി തന്നു കണ്ടോ ഗൈസ്. നമുക്കങ്ങ് ഈസി ആയിട്ട് ഓവർടേക്ക് ചെയ്യാം. പക്ഷേ ഒതുങ്ങി തന്നുകൊണ്ട് കാര്യമില്ല, ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നിന്നാലേ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗൈസ് അടുത്ത മാപ്പ് വന്നിട്ടുണ്ട്, നമുക്ക് ചെയ്യാം. അടുത്ത് വീണ്ടും ആഡ് വരും ചെറിയ, പക്ഷേ നെറ്റ് ഓഫ് ചെയ്താൽ ഈ ആഡൊന്നും വരില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ അടുത്ത് ലോഡ് ആവുകയാണ് ഗൈസ്. ഓക്കെ, അടുത്ത് നമ്മൾ ഡ്രൈവ് ടു മമുജു എന്നാണ് ഗൈസ് എഴുതി കാണിക്കുന്നത്. കണ്ടോ സൈഡ് ലൊക്കേഷൻ. ഓക്കെ ഗൈസ്, ഇതൊരു വളഞ്ഞ റൂട്ടാണ് ഗൈസ്, നമുക്ക് എന്നാലും പോകാം ഗൈസ്. ഇതിൽ നമ്മൾ മാപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓഫ് റോഡ് മാപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത സീനായിരിക്കും. ഓക്കെ, ഇതിൽ അത്രയ്ക്ക് ഫീച്ചേഴ്സ് ഉണ്ട് ഗൈസ് ഈ ഗെയിമിൽ, നല്ല ഗെയിമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. ഓക്കെ ഗൈസ്, ഗൈസ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ വാഷ് ചെയ്യാനുള്ള സ്ഥലമാണ് ഗൈസ്. നമുക്കിപ്പോൾ വണ്ടി വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്, പക്ഷെ കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മുടെ വണ്ടി അഴുക്കാം, വാഷ് ചെയ്യേണ്ടി വരും. ഓക്കെ ഗൈസ്, ഇതെല്ലാം ഈ മോഡിഫൈ എല്ലാം ഓഫ് ചെയ്തത് ഇങ്ങനെ ഇരിക്കും ഗൈസ്. പിന്നെ ഞാൻ ഇൻഡിക്കേറ്റർ എല്ലാം മാറ്റിയിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഗൈസ്, സൈഡിൽ ലെഫ്റ്റിൽ ഇൻഡിക്കേറ്റർ ഇതാണ് കണ്ടു. ഓക്കെ ഗൈസ് ഇടിച്ചു. ഓക്കെ നമുക്ക് പോവാം. ഓവർടേക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഗൈസ്, പറ്റിയ സമയം. ഇപ്പോൾ വല്ല വണ്ടിയും കയറി നോക്കിയോ? ഇല്ല കയറി വന്ന് ഗൈസ്, ഞാൻ പറഞ്ഞില്ല ഓവർടേക്ക് ചെയ്യാൻ സമയം ആകുമ്പോൾ തന്നെ കയറി ഓടിച്ച്. ഓക്കെ, നമുക്ക് സൈഡ് മിററിൽ കൂടെ കാണാൻ പറ്റും ഗൈസ്, കണ്ടോ പോകുന്ന വണ്ടിയൊക്കെ. നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ സമയമാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. ഗൈസ് ഈ ഗെയിമിൽ ഹോൺ അടിച്ചാൽ വണ്ടി അത്ര മാറത്തൊന്നുമില്ല, കുറേ നേരം ഹോൺ അടിക്കുമ്പോൾ മാത്രമേ മാറത്തുള്ളൂ ഗൈസ്. അതുകൊണ്ടാണ് ഈ ലൈറ്റ് അടിക്കുന്നത്, ഇതാകുമ്പോൾ പെട്ടെന്ന് മാറും. ഓക്കെ പിന്നെ ഗൈസ് നമ്മുടെ വണ്ടിയിൽ ഇതാ ഡോറൊക്കെ തുറക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. നമ്മൾ KSRTC ബസ് പോലെയാണ്, പക്ഷെ ഫ്രണ്ട് അങ്ങനെയല്ല, കണ്ടോ ഗൈസ്. നമുക്ക് ഡോർ അടയ്ക്കാം. ഓക്കെ, സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഗൈസ് ഡോറ്. ലെഫ്റ്റ് മിററിൽ നമുക്ക് ഗൈസ് കണ്ടോ ഡോറ് തുറക്കുന്നതും അടയ്ക്കുന്നതും കാണാൻ പറ്റും. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ബ്രേക്ക് കുടിക്കാൻ പോകാം. വല്ല വണ്ടി വരുമ്പോൾ മാത്രം ബ്രേക്ക് കുടിക്കാം. ഓക്കെ
ഗൈസ് വണ്ടി അതുകൊണ്ടാണ്. ഗൈസ് നിങ്ങൾക്ക് വേറെ ഗെയിംസ് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ ഗൈസ്. ഗൈസ് ഇത് ആംബുലൻസ് ആണ് ഗൈസ് സൈഡിൽ കൂടെ പോകുന്നത്. ഗൈസ് അടുത്ത പെട്രോൾ പമ്പ് അപ്പോൾ ഗൈസ് ഞാൻ ശ്രദ്ധിച്ചില്ല. ജസ്റ്റ് മിസ്. പെട്രോൾ പമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു വണ്ടി കയറുന്നു. ഓക്കെ ഗൈസ് എല്ലാം ചതഞ്ഞു ഗൈസ്. 97 ഗൈസ്, ഇപ്പോൾ 94 നമ്മുടെ കുറേ പേർ ഡാമേജ് ആയിട്ടുണ്ട് വണ്ടി. ഇപ്പോൾ വെളിയിറങ്ങിയാൽ കാണാം ഗൈസ് ഡാമേജ്. ഓക്കെ ഗൈസ്, നമ്മൾ കുറേ നേരം കൊണ്ട് വണ്ടിയിലകത്തല്ലിരിക്കുന്നു. നമുക്കൊന്ന് വെളിയിറങ്ങിയാലോ ഗൈസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഹാൻഡ് ബ്രേക്ക് ഇട്ടാൽ മതി, നമുക്ക് വെളിയിറങ്ങിയിട്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളിത്. ഇത് നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ കണ്ടു ഓക്കെ ഗൈസ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൽ നമ്മൾ ഏതെങ്കിലും നമ്മളെ അല്ലാത്ത ഒരു വെഹിക്കിളിൽ തൊട്ടാൽ അതാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക. അതാണ് നോക്കിയോ ഗൈസ്, തൊട്ട് നമ്മൾ ഓക്കെ എന്നില്ലേ. കണ്ടോ ഗൈസ്, ബീച്ച് കണ്ടോ ഗൈസ്. ഇനി അതവിടെ നനങ്ങൂല ഗൈസ്. കണ്ടോ ഹസാർ ലൈറ്റ് ഇട്ട് അവിടെ തന്നെ നിൽക്കും. കണ്ടോ ഗൈസ്, രണ്ട് സൈഡിൽ ലൈറ്റ് ഇട്ട്. പക്ഷെ നമ്മുടെ വണ്ടിയിൽ തൊട്ടോ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഞാൻ നമ്മളെ വണ്ടി ഒന്ന് ചുറ്റി കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഈ ടയറിൻ്റെ മൾഗാർഡും അതൊക്കെ കണ്ടോ ഞാൻ മാറ്റിയിട്ടുണ്ട്. ടോട്ടലി ഈ വണ്ടി ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടുമ്പോൾ വണ്ടി ഇങ്ങനെയല്ല. ഗെയിം കളിക്കുന്നവർക്കറിയായിരിക്കും. ഓക്കെ നമുക്ക് വണ്ടി കയറാം. പിന്നെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ വണ്ടി മൂവ് ആവുന്നതല്ല, കാരണം നമ്മൾ ഇതാ നോക്കും ശബ്ദം മാത്രമേ കേൾക്കത്തുള്ളൂ ഗൈസ്. നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് മാറ്റിയാലേ ഇനി വണ്ടി അനങ്ങും. പിന്നെ വേറെ കുറേ പ്രത്യേകത ഉണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ സെറ്റിങ്സ് എടുക്കണം. എന്നിട്ട് നമുക്കാണെങ്കിൽ ഡ്രൈവറിൻ്റെ അത് ക്യാമറയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ നമുക്ക് ഇതൊന്നും ഇപ്പോൾ വേണ്ട. ഗിയർ ഇട്ട് കളിക്കാം ഗൈസ്. നമുക്ക് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇവിടെ ട്രാൻസ്മിഷൻ മോഡെന്ന് കാണിച്ചിരിക്കണുണ്ടോ ഗൈസ്. ഞാൻ ഇപ്പോൾ ആട്ടോ ആണ് ഇട്ടിരിക്കണം. മാനുവൽ പ്ലസും മൈനസും ഉണ്ട്, മാനുവൽ ഹെച്ചും ഉണ്ട് ഗൈസ്. നമുക്ക് ട്രാഫിക് ഡെൻസിറ്റി ഹൈ കൊടുക്കാം. ആക്റ്റീവ് സ്റ്റൈമർ ഓക്കെ, നമുക്ക് ഹെച്ച് കൊടുക്കാം. കണ്ടോ ഗൈസ്, ഇനി നമ്മൾ ഗിയർ മാറ്റിയാലോ. അതാണ് ഗൈസ് എൻ്റെ കുഴപ്പം. നമ്മൾ മാറ്റും പോവില്ല.
പെട്രോൾ അടിച്ച് കാണിച്ചു തരാം. അതോ കണ്ടോ ഗൈസ്, അത് പെട്രോൾ പമ്പല്ലേ ഇവിടെ വല്ലതും തന്നെ ഇത് തന്നെ ഗൈസ്. ഞാൻ വിചാരിച്ചു പെട്രോൾ ഗൈസ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പെട്രോൾ പമ്പ് ഒരു പെട്രോൾ സ്റ്റേഷൻ. ഓക്കെ ഗൈസ്, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് പെട്രോൾ അടിക്കേണ്ടത്. നമ്മൾ ആദ്യം തന്നെ യൂസ് മണി ഇങ്ങനെ ഫ്രീ അതൊന്നും കൊടുക്കല്ല. ആദ്യം തന്നെ നമ്മൾ ഇത് ഫുള്ളാക്കണം. കണ്ടോ ഗൈസ്, ഇതുകൊണ്ട് ഇത് ഇങ്ങനെ കിടക്കും. നമ്മൾ എത്ര ഫ്യൂൽ തീർത്തിട്ടുണ്ടോ അത്രയും കിടക്കും. അത് നമ്മളിങ്ങനെ ഫുള്ളാക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് വേണമെങ്കിൽ നമ്മളെ കയ്യിലുള്ള പൈസ കൊടുത്ത് നമുക്ക് അടിക്കാം. ഇപ്പോൾ പൈസ കുറവേ ഉള്ളെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആഡ് കണ്ടിട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആഡാണ് കാണുന്നത്. ഗൈസ് ആഡും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ തന്നെ Dimulai dari angka 0 ya. ഇന്തോനേഷ്യ നമ്മളത് റീഫില്ല് ചെയ്ത് Terima kasih, hati-hati di jalan. മാനുവൽ പ്ലസ് ഇതും പറ്റില്ല. നമുക്ക് മറ്റേത് തന്നെ ഇടാവുള്ളൂ. ചെറുതായിട്ട് ഇടിച്ചിട്ടുണ്ട്. അടുത്ത മാപ്പ് ലോഡ് ആവാറായിട്ടുണ്ട്. നിങ്ങൾ കാണാം, മാപ്പ് തീരാറായി ചെയ്യുന്നു. ഓക്കെ ഗൈസ്, അടുത്ത മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പോൾ അടുത്ത മാപ്പ് ഡൗൺലോഡ് ആവുകയാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, വീണ്ടും റൈറ്റ് റോഡ് വെയറിങ് ഓണാക്കിയിട്ട് തന്നെ അതാണ് ഈ റോഡിൽ കുണ്ടും കൂടിയൊക്കെ. ഈ റോഡ് പൊട്ടിക്കണം നമുക്ക്
ആക്സിലേറ്റർ എടുക്കാതെ തന്നെ ബാക്ക് എന്നെ അങ്ങനെ പോർട്ടേക്ക് കണ്ടത് ഒരു മനസ്സിലായി. ഇതല്ല ഗൈസ് വലിയ വളവ് ഇവിടെയാണ് കണ്ട ഗൈസ് മാപ്പിൽ നോക്കി ഗൈസ് എന്നെ ഓവർടേക്ക് ചെയ്ത് വെച്ചിട്ടാണ് പകരം വീട്ടിൻ്റെ ഗൈസ് നമ്മളവനെ ഓവർടേക്ക് ചെയ്തിരിക്കും. സ്ഥലമെത്തിക്കൊണ്ട് നമുക്കൊന്ന് കഴുകിയായിട്ട് ഗൈസ് നമ്മുടെ വണ്ടി ഒന്ന് ഇതായിട്ടുണ്ട് എങ്ങനെയാണ് കഴുകേണ്ടത് ഇങ്ങോട്ടേക്ക് എന്തായാലും നമ്മളെ വണ്ടി കഴുകി ഇറങ്ങുമ്പോൾ ഇങ്ങോട്ടായിരിക്കും വരണം. പാർക്ക് ചെയ്തിട്ടുണ്ട് ക്യാഷ് നമുക്ക് വീണ്ടും ഫ്രീ തന്നെ കൊടുക്കാം. സ്റ്റിക്ക് കൊടുക്കുന്നില്ല നമുക്ക് സ്റ്റിക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞ
വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നത്. ഇതിൻ്റെ പാർട്ട്